ഇന്ന് നമ്മൾ കഴിച്ച ഒരു തിരുവോണ സദ്യയുടെ വീഡിയോ ആണ് കേട്ടോ. ഇത് നമ്മൾ ഉണ്ടാക്കിയ സദ്യയൊന്നും അല്ല, ഒരു ഡെലിവറിയാണ്. ഇവിടുത്തെ ഗോകുലം എന്ന് പറഞ്ഞ ഒരു ഹോട്ടലിൽ നിന്നുള്ള ഒരു അടിപൊളി സദ്യ ഡെലിവറിയാണേ. ആദ്യം തന്നെ വാഴയിലയൊക്കെ അവർ നല്ല ഒറിജിനൽ വാഴയില തന്നു. വാഴയില ചോറൊക്കെ ഇങ്ങനെ പാക്കറ്റ്സിലാക്കി ഒരുപാട് പാക്കറ്റ്സിൽ കുറേ കറികളൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഓരോന്നോരോന്നായി നമുക്ക് തുറന്ന് നോക്കിയിട്ട് എന്തൊക്കെയാണെന്ന് കാണാം. ആദ്യം തന്നെ ഇലയൊക്കെ വിരിച്ചിട്ടു. ഇതെല്ലാത്തിൻ്റെ അടപ്പ് തുറന്നു. അപ്പോൾ രസമുണ്ട്, ക്യാബേജിൻ്റെ തോരനുണ്ട്, കൂട്ടുകറിയുണ്ട്, അവിയലുണ്ട്, ഓലനുണ്ട്, സാമ്പാർ, പുളിയിഞ്ചി, പിന്നെ നമ്മുടെ അടപ്രഥമനും ശർക്കര ഒക്കെ ഇട്ട പായസം, ശർക്കര പായസം, പരിപ്പ് പായസവും, പിന്നെ നമ്മളെ ബീട്രൂട്ടിൻ്റെ പച്ചടി, നെയ്യ്, പരിപ്പ്, ചിപ്സ്, ശർക്കരപ്പേരി, പിന്നെ 2 വിധ അച്ചാർ കേട്ടോ. നുറുക്കമാങ്ങയുടെ അച്ചാറും നല്ല വടപുളി അച്ചാറും, പിന്നെ നമ്മളെ മോരുകറി പോലത്തെ ഒരു കാളനും. അങ്ങനെ കിട്ടില്ല സദ്യയാണേ. വലിയ പപ്പടമുണ്ട്, പഴമുണ്ട്, അങ്ങനെ ഒരു കംപ്ലീറ്റ് സദ്യയാണ് ഇവർ പാക്ക് ചെയ്ത് തരുന്നത് നമുക്ക്. ആദ്യം തന്നെ നമുക്ക് കുറച്ച് ക്യാബേജ് തോരനും ഒക്കെ വിളമ്പാം. പപ്പടം എല്ലാത്തിലും ആദ്യം തന്നെ വെച്ചു കേട്ടോ. വലിയ പപ്പടമാണ്, നല്ല ടേസ്റ്റുള്ള, നമ്മൾ ശരിക്കും കല്യാണത്തിനൊക്കെ കിട്ടണ പോലത്തെ വലിയ പപ്പടം. എന്നിട്ട് നമ്മൾ ക്യാബേജ് തോരനൊക്കെ എല്ലാ ഇലയിലേക്കും വിളമ്പി പഴമൊക്കെ വെച്ചു. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഈ ഓലൻ, ഇത് മമ്പയറും, പിന്നെ സാധാരണ മമ്പയർ മാത്രമേ കാണാറ്. ഇതിലിങ്ങനെ നീളത്തിലരിഞ്ഞ പയറിൻ്റെ കഷ്ണങ്ങളും പച്ചപ്പയറിൻ്റെ കഷ്ണങ്ങളൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ അതും തേങ്ങാപ്പാലും ഒക്കെ ചേർത്തിട്ടുള്ള, തേങ്ങയൊക്കെ ചേർത്തിട്ടുള്ള ഒരു ഓലൻ. പിന്നെ അവിയൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇവരുടെ അവിയൽ നല്ല ചതച്ചിട്ട തേങ്ങയൊക്കെ ആയിട്ട് നല്ല കുറേ കഷ്ണങ്ങളൊക്കെ ഉള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അവിയൽ. നല്ല സൂപ്പർ അവിയലായിരുന്നു. പിന്നെ ഇത് നമ്മളെ ചേനയൊക്കെ ഇട്ട ഒരു പച്ചടി എന്നാണ് തോന്നുന്നു പറയുക. ഒരു മഞ്ഞ കളറുള്ള തേങ്ങയും പുളിയും ഒക്കെ പാർന്നിട്ടുള്ള ഒരു ചേന പച്ചടി. പിന്നെ അടുത്തത്, അത് നമുക്ക് എല്ലാ ഇലയിലേക്കും വിളമ്പണം കേട്ടോ. അങ്ങനെ ഒരുപാട് കറികളുണ്ട്, ഇല നിറഞ്ഞു നിൽക്കും. പിന്നെ നമ്മൾ ഈ കടലയൊക്കെ ഇട്ടിട്ടുള്ള കൂട്ടുകറി, കടല, പച്ചക്കായ, ചേന, അങ്ങനത്തെ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഒരു കൂട്ടുകറി നല്ല രസമുണ്ട് കേട്ടോ. ഈ കൂട്ടുകറിയും അവിയലും പിന്നെ ഈ പൈനാപ്പിൾ പച്ചടി എന്ന് പറഞ്ഞ സാധനമാണ് എനിക്ക് സദ്യയിൽ ഏറ്റവും ഇഷ്ടം. ഇത് പിന്നെ ഒരു മസാലക്കറി, ഇതെനിക്ക് വലിയ ഇഷ്ടമല്ല. പൊതുവേ സദ്യകളിലൊക്കെ ഉണ്ടാവും കുറച്ചൊരു ഗരം മസാലയുടെ ഒക്കെ മണമുള്ള ഒരു മസാലക്കറി. അങ്ങനൊരു മസാലക്കറി ഉണ്ടായിരുന്നു. പിന്നെ പിന്നെ നമ്മളെ ബീട്രൂട്ട് പച്ചടിയും ഒരുവിധം ഇപ്പോൾ എല്ലാ സദ്യക്കും ഉണ്ടാവുന്ന ഒരു സാധനമാണ്. അത് അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. ബീട്രൂട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട്, ഇങ്ങനെ ചെറുതാക്കി ഗ്രേറ്റ് ചെയ്ത് ചതച്ച പോലെയുള്ള ഒരു ബീട്രൂട്ട് ഇങ്ങനെ തൊട്ടാൽ തന്നെ വേഗം എടുത്ത് കഴിക്കാൻ കഴിയും. അങ്ങനെ നല്ല ടേസ്റ്റുള്ള ഒരു ബീട്രൂട്ട് പച്ചടി, തൈരൊക്കെ ഒഴിച്ചിട്ട് വന്നിട്ട് ഉണ്ടാക്കുന്നത് ഇത്. പിന്നെ അടുത്ത ഐറ്റം നമ്മളെ ചിപ്സും ശർക്കരപ്പേരിയും ഇലകളിലേക്കൊക്കെ മോൻ എന്നെ വിളമ്പി. അങ്ങനെ അതും കുറച്ചൊക്കെ ഇട്ട്, അങ്ങനെ ഇലകൾ ഏകദേശം ഇലൻ്റെ ഒരു ഭാഗം കോർണറുകളൊക്കെ ഫുള്ള് നിറഞ്ഞു തുടങ്ങി. ഇനി ചോറിടാനുള്ള സ്ഥലമേ ശരിക്കുള്ളൂ. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളും കൂടി വിളമ്പാനുണ്ട്. അപ്പോൾ നമ്മുടെ നുറുക്ക് മാങ്ങ അച്ചാർ, ഇത് ഭയങ്കര അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ ഇൻസ്റ്റൻ്റായിട്ട് ഇടണ പോലത്തെ നുറുക്ക് മാങ്ങ അച്ചാറും, പിന്നെ നന്നായി പിടിച്ചിട്ടുള്ള വടപുളി അച്ചാർ. കയ്പൊന്നും ഒട്ടുമില്ല കേട്ടോ. നല്ല നല്ലെണ്ണയുടെ മണമൊക്കെ അടിക്കുന്ന നല്ല സൂപ്പർ വടപുളി അച്ചാറുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇനി ചോറ് വിളമ്പാട്ടോ. അങ്ങനെ ചോറും പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ നമുക്ക് സാമ്പാറും രസവും മോരും പരിപ്പും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി സദ്യയാണ് കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഉള്ള ഒരു ഫുൾ സദ്യ. അങ്ങനെ നമുക്ക് കുറച്ച് സാമ്പാർ ചോറിൻ്റെ മുകളിൽ ഒഴിക്കാം കേട്ടോ. അങ്ങനെ സാമ്പാർ ഒഴിച്ചിട്ട് നമുക്ക് സാമ്പാറും ചോറും കുറച്ച് അവിയലും ഒക്കെ എടുത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ഓരോരോ സാധനങ്ങളായിട്ട് ടേസ്റ്റ് ചെയ്താലേ അറിയുള്ളൂ. എല്ലാം കൂടി ഒന്നിച്ച് കുഴച്ച് കഴിഞ്ഞാൽ ഒന്നിൻ്റെയും ടേസ്റ്റ് അറിയില്ല ശരിക്കും. അപ്പോൾ നമുക്ക് എന്നിട്ട് കുറച്ച് ഒരു മുളകും ഉണ്ട് കേട്ടോ. ഈ കൊണ്ടാട്ടമുളകും ചില സദ്യകൾക്കൊക്കെ ഉണ്ടാവാറുള്ളൂ, ഇപ്പോൾ എല്ലായിടത്തും ഒന്നും കാണാറില്ല. ഇതിനേതായാലും കൊണ്ടാട്ടമുളകും ഒക്കെ അവർ പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് സാമ്പാറൊക്കെ കുഴച്ച് സാമ്പാറും ചോറും ഒരു കഷ്ണം അവിയലും ഒക്കെ വെച്ചിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഈ സാമ്പാറും അവിയലും കൂടിയുള്ളത് നല്ലൊരു കോമ്പിനേഷൻ ആ ചോറിൻ്റെ കൂടെ പിടിക്കും കേട്ടോ. പിന്നെ ഈ നെയ്യും പരിപ്പുമാണ് ശരിക്കും ഫസ്റ്റ് തുടങ്ങേണ്ടത് തോന്നുന്നു. അത് ഞങ്ങൾ ആദ്യം തന്നെ വിളമ്പാൻ മറന്നു. പിന്നെ ഇപ്പോഴാണ് അതിൻ്റെ ഓർമ്മ. അപ്പോൾ കുറച്ച് നെയ്യും പരിപ്പും കൂടി കുഴച്ചു കേട്ടോ. ചോറിലേക്കിട്ട് കുറച്ച് സാമ്പാറിൻ്റെ ടേസ്റ്റും ഒക്കെ കൂടി മിക്സാക്കി ഒന്ന് കഴിച്ചു. പിന്നെ ഇനി രസത്തിൻ്റെ ടേസ്റ്റ് ഒന്നറിയാൻ കുറച്ച് രസവും കൂടി ഒഴിച്ചു. അങ്ങനെ സാമ്പാർ കൂട്ടി കുറച്ച് ചോറിനതിന് ശേഷം പിന്നെ രസം കൂട്ടി കുറച്ച് ചോറുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, സംഭവം നല്ല കിടിലനാണ്. അങ്ങനെ ചോറൊക്കെ നമ്മൾ നല്ല എൻജോയ് ചെയ്ത് കഴിച്ചു. കണ്ടോ, 2 വിധം പായസം ഉണ്ട്. നമ്മളെ നല്ല കിടിലൻ അടപ്പായസവും പിന്നെ പരിപ്പ് പ്രഥമനും. പിന്നെ ഇതാണ് ഒരു മോരൊക്കെ ഒഴിച്ചിട്ടുള്ള ഒരു കാളൻ പോലത്തെ പുളിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു കറിയുണ്ട്. അങ്ങനെ കുറച്ച് കാളനുമൊക്കെ ഒഴിക്കാം, എല്ലാത്തിൻ്റെയും ഒരു ടേസ്റ്റ് അറിയണമല്ലോ. അങ്ങനെ കുറച്ച് കാളനും കൂടി ഒഴിച്ച് അതും കൂടി ചോറിലേക്കൊന്ന് കുഴച്ച് അതൊന്ന് ടേസ്റ്റ് ചെയ്തു കേട്ടോ. അതും ഒരു പുളിങ്കറി രസമൊക്കെ ഉണ്ട്. പുളിയിഞ്ചി നമ്മൾ ആദ്യം വിളമ്പാൻ മറന്നുപോയി. പുളിയിഞ്ചി നമ്മൾ സദ്യയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണല്ലോ. എല്ലാ ടേസ്റ്റും, പുളിയും എരിവും എല്ലാ ടേസ്റ്റുകളും എല്ലാ രസമുകളങ്ങളെയും ഒരുമിച്ച് ഉണർത്തുന്ന ഒരു സാധനമാണല്ലോ ഈ പുളിയിഞ്ചി.
അങ്ങനെ കിടലിനായിട്ട് സദ്യ ഫുള്ള് കഴിച്ചു കേട്ടോ. അങ്ങനെ എൻജോയ് ചെയ്ത് സദ്യ കഴിച്ചതിന് ശേഷം നമുക്ക് പായസത്തിലേക്ക് കിടക്കാം. അടപ്പായസമാണ് കുട്ടികളുടെയൊക്കെ ഫേവറേറ്റ്. എല്ലാവർക്കും അട മതി, പരിപ്പാർക്കും വേണ്ട എന്നാണ് പറയുക. പക്ഷേ പരിപ്പാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പരിപ്പാണ് ശരിക്കും കൂടുതൽ ടേസ്റ്റ്. നല്ല ശർക്കരയൊക്കെ ഇട്ട പരിപ്പ് പ്രഥമൻ. അതുമാത്രമല്ല, ഈ പായസം ഉണ്ടല്ലോ, നമ്മൾ വാഴൻ്റെ ഇലയിൽ ചോറുണ്ടിട്ട് ആ ചൂട് പായസം ആ ഇലയൊക്കെ ഒഴിച്ച് കഴിക്കണം. അപ്പം കിട്ടുന്നൊരു ടേസ്റ്റ് ഉണ്ടല്ലോ, ഗ്ലാസ്സൊക്കെ ഒഴിച്ച് കുടിച്ചാലൊന്നും കിട്ടുമല്ലോ കേട്ടോ. ആ ഇലയൊക്കെ ഒന്ന് ചെറുതായിട്ട് ചൂടാവുമ്പോഴുള്ള അതിൻ്റെ ഒരു ടേസ്റ്റും കൂടി വരും. അങ്ങനെ ആ വാഴയിലയിൽ നമ്മൾ കുറച്ച് പായസം കഴിച്ചു. പിന്നെ ഒരു പപ്പടം കൂടി അതിലിട്ട് പൊടിച്ചിട്ട്, പരിപ്പ് പ്രഥമനും പപ്പടവും കൂടി പൊടിച്ചിങ്ങോട്ട് കഴിക്കണം കേട്ടോ. ഭയങ്കര സൂപ്പർ ടേസ്റ്റാണ്. ആ കോമ്പിനേഷൻ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക. നല്ല ശർക്കര പായസങ്ങൾ ഏതായാലും മതി, അതിൻ്റെ കൂടെ ഒന്ന് പപ്പടവും കൂടി കുഴച്ച് വാഴയിലയിലിട്ട് കഴിക്കണം. അപ്പോൾ ഭയങ്കര ടേസ്റ്റ്. അതിൻ്റെ ശേഷം നമ്മൾ അടപ്രഥമനും വാഴയിലയിൽ തന്നെ ഇട്ട് കഴിച്ചു. അങ്ങനെ ഗംഭീരമായിട്ട് ഇന്നൊരു തിരുവോണ സദ്യ